ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വേൾഡ് ജോഗ്രഫിയിലെ ഒരു പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ UP സ്കൂളിലെ എല്ലാ ജോഗ്രഫി പാഠങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഹൈസ്കൂളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ 8ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കുന്നത്, ഭൗമരഹസ്യങ്ങൾ തേടി. ഇവിടെ ആദ്യം തന്നെ ഒരു ഡയറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നിന്നും തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് വെസ്റ്റോണാരിയ. ഇതിനടുത്താണ് പേനങ് സ്വർണ്ണഖനി. 3 ദിവസങ്ങൾ ഞാൻ ഈ പട്ടണത്തിലാണ് ഖനി സന്ദർശനത്തിന് അനുമതിയും കാത്തു നിൽക്കുന്നത്. ഒടുവിൽ ഖനിയെ കുറിച്ചുള്ള ഫീച്ചർ എന്ന ആഗ്രഹം മറന്ന് തിരിച്ച് പറക്കാമെന്ന് കരുതിയിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ടാക്സി എടുത്ത് ഖനിയിൽ എത്തിച്ചേരൂ എന്ന് ഖനി മാനേജറുടെ നിർദ്ദേശം ഫോണിലെത്തി. ഉടൻ തന്നെ ഖനിയുടെ അത്ഭുത ലോകത്തിലേക്ക് ഞാൻ പാഞ്ഞെത്തി. 103 നിലകളുള്ള 10 എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങുകൾ ഒന്നിനുമേൽ ഒന്നായി സങ്കല്പിച്ചിട്ടുള്ളത്ര ഉയരം, അത്രയും ആഴവുമുണ്ട്. പേനങ് സ്വർണ്ണഖനിക്ക് ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ധരിക്കുന്ന ഓക്സിബോക്സ് എന്ന ജീവൻ രക്ഷാ ഉപകരണവും ടോർച്ചുള്ള ഹെൽമറ്റും ചൂടിനെ പ്രതിരോധിക്കാൻ കട്ടിയുള്ള കോട്ടും സുരക്ഷാ ഉദ്യോഗസ്ഥൻ ധരിക്കുവാൻ തന്നു. അതോടൊപ്പം അവ ധരിക്കേണ്ട വിധവും വിശദീകരിച്ച് തന്നു. 100 പേരെ വരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള എലിവേറ്റർ കാർ എന്ന വാഹനത്തിലായിരുന്നു താഴേക്കുള്ള യാത്ര. ആഴം കൂടിയപ്പോൾ ചൂട് ക്രമേണ വർദ്ധിക്കുകയും മർദ്ദവ്യതിയാനം മൂലം ചെവികൾ അടയുകയും ചെയ്തു. എലിവേറ്ററിന് മുകളിൽ നിന്നുള്ള പ്രകാശമായിരുന്നു ഒരേ ഒരു പ്രകാശ സ്രോതസ്. 1000 ചിന്തകളും അതിലേറെ കൗതുകങ്ങളും ആയി ഞാൻ എന്ത് ചെയ്തു, ആ ഒരു അത്ഭുത ലോകത്തേക്ക് താഴ്ന്നിറങ്ങി. ഒരു പത്രപ്രവർത്തകൻ ഖനിയിലെ തൻ്റെ അനുഭവങ്ങളെ സംബന്ധിച്ച് എഴുതിയ ഡയറി കുറിപ്പാണിത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് കടക്കുമ്പോൾ വന്ന മാറ്റങ്ങളെക്കുറിച്ചെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ആ ഒരു ഉള്ളറകളുടെ രഹസ്യങ്ങളിലേക്ക് പോവുകയാണ്. നമുക്കത് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമുക്കത് പഠിക്കാൻ ഒരുപാട് പരിമിതികളുണ്ട്. ഏകദേശം 225 ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ള ചൊവ്വയിൽ വരെ മനുഷ്യനിർമ്മിത ഉപകരണങ്ങൾക്ക് ഇന്ന് എത്തിച്ചേരാൻ കഴിയുന്നു എങ്കിലും നമ്മൾ വസിക്കുന്ന ഭൂമിയുടെ ഉള്ളിലേക്ക് 12 കിലോമീറ്ററിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടുത്തെ അവസ്ഥ അത്രമാത്രം ഭീകരമാണ്. അഥവാ നമുക്ക് താങ്ങാൻ കഴിയുന്നതല്ല അവിടുത്തെ താപവും മർദ്ദവും ഒക്കെ. അപ്പോൾ ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടുന്നു. മുകളിലത്തെ പാളികൾ ചെലുത്തുന്ന ഭാരമാണ് താഴേക്ക് പോകുന്തോറുള്ള ഈ മർദ്ദ വ്യതിയാനത്തിന് കാരണം. അപ്പോൾ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും താപവും മർദ്ദവും കൂടുന്നു. ഇതിന് കാരണം മുകളിലുള്ള പാളികൾ ചെലുത്തുന്ന ഭാരമാണ്. അപ്പോൾ താഴേക്ക് പോകുന്തോറും മുകളിലേക്കുള്ള പാളികൾ ചെലുത്തുന്ന ഭാരത്തിൻ്റെ ആ ഒരു ഭാരം കൂടി വരും അല്ലേ. അപ്പോൾ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. 1538 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ ഇരുമ്പ് പോലും ഉരുകി തുടങ്ങുമെന്ന് ഓർക്കുക. അപ്പോൾ ഏറ്റവും കേന്ദ്രഭാഗത്ത് 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 1500 ഡിഗ്രി സെൽഷ്യസ് കഴിയുമ്പോൾ തന്നെ ഇരുമ്പ് എന്ത് ചെയ്യും, ഉരുകി തുടങ്ങും. അപ്പോൾ 5000 ഡിഗ്രി സെൽഷ്യസിൽ ഒരിക്കലും നമുക്ക് എത്തിപ്പെടാൻ കഴിയില്ല അല്ലേ. അപ്പോൾ ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് ഭൂമിയുടെ ഉള്ളറയെ പറ്റി മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത്? അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല, മറിച്ച് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് പഠിച്ചിട്ട് അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഉള്ളറകളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഖനികൾ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഇനി ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനത്തിൻ്റെ വ്യത്യാസത്തിൽ നമുക്ക് ഇവകളുടെ ഉൾഭാഗങ്ങൾ അറിയാൻ കഴിയും. അപ്പോൾ ഭൂമിയുടെ അതിൻ്റെ ഉൾഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഏറ്റവും അകത്ത് അകക്കാമ്പ്, പിന്നെ പുറക്കാമ്പ്, മാൻറ്റിൽ, ഭൂവൽക്കം. അപ്പോൾ ഭൂവൽക്കം, മാൻറ്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്, ഇതാണ് ഭൂമിയുടെ വ്യത്യസ്ത പാളികൾ എന്ന് പറയുന്നത് കേട്ടോ. ഭൂവൽക്കം, മാൻറ്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. അപ്പോൾ ഇവകളുടെ ഓരോന്നിൻ്റെയും സവിശേഷതകൾ നമുക്ക് പഠിക്കാം. ഇവിടെ ഒരു പിക്ചർ ഇങ്ങനെ നേരെ തലകുത്തിയാണ് തന്നിട്ടുള്ളത് അല്ലേ. സോ ഓരോന്നിൻ്റെയും പ്രത്യേകത നമുക്ക് നോക്കാം. കണ്ടോ, ഇതിലാദ്യം ഭൂവൽക്കമാണ് അല്ലേ. ഭൂവൽക്കം തന്നിട്ടുണ്ടോ നോക്കാം. ആദ്യം ഭൂവൽക്കത്തിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മിനിറ്റ്, പിക്ചർ പോയി. അപ്പോൾ ഭൂവൽക്കം
എന്നതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഭൂവൽക്കം തന്നിട്ടുണ്ടോ നോക്കട്ടെ. ഭൂവൽക്കം തന്നിട്ടില്ല. കാമ്പ്, മാന്റില്, ഭൂവൽക്കം തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഭൂവൽക്കം. അപ്പം ഭൂവൽക്കമാണ് ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോട്. ഏറ്റവും പുറത്ത് വരുന്ന ഭൂവൽക്കമാണ് അല്ലേ. ഏകദേശം 40 കിലോമീറ്ററാണ് കനം വരുന്നത്. 40 കിലോമീറ്ററാണ് ഇതിൻ്റെ കനം വരുന്നത്. 2 ഭാഗങ്ങളുണ്ട്, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. അപ്പോൾ ഭൂവൽക്കമാണ് താരതമ്യേന നേർത്ത പുറന്തോട്. ഏകദേശം 40 കിലോമീറ്റർ കനമുണ്ട്, 2 ഭാഗങ്ങളുണ്ട്, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. അപ്പോൾ വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സിലിക്ക, അലൂമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തെ നമ്മൾ സിയാൽ അല്ലേ. ഈ സിലിക്കയിലെ SI, അലൂമിനിയത്തിലെ AL, അപ്പോൾ സിയാൽ. അപ്പോൾ നമ്മുടെ സിലിക്ക, അലൂമിനിയം കൂടി ചേർന്നതാണ് വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന പേര് കൊടുക്കാൻ കാരണം. ഇനി സിലിക്ക മാഗ്നീഷ്യം, അപ്പോൾ സീമ എന്ന് വരും അല്ലെ. സീമ ഇത് സമുദ്ര ഭൂവൽക്കമാണ്. സമുദ്ര ഭൂവൽക്കത്തെ നമ്മൾ സിമ എന്ന് വിളിക്കുന്നു. സിമ. അപ്പോൾ വൻകര ഭൂവൽക്കം സിയാല, ഇനി സമുദ്രമാകുന്ന സമയത്ത് സിമ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് മാന്റിലേക്ക് വരാം. ഭൂവൽക്കം കഴിഞ്ഞാൽ പിന്നെ മാന്റിലാണല്ലോ. ഭൂവൽക്കത്തിന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നത് മാന്റിലാണ്. ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെയാണ്. 2900 കിലോമീറ്റർ. നേരത്തെ നമ്മൾ 40 കിലോമീറ്റർ കനമാണ് പറഞ്ഞത്. ഇവിടെ 2900 കിലോമീറ്റർ. ഇവിടെയും 2 ഭാഗങ്ങളുണ്ട്, ഉപരി മാന്റിലും അധോ മാന്റിൽ, അപ്പർ ലോവർ മാന്റിലുകളുണ്ടാകും. ഉപരി മാന്റിൽ, അപ്പർ മാന്റിൽ എന്ന് പറയുന്നത് സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഈ പാളി ഖരാവസ്ഥയിലാണ്. അപ്പോൾ ഉപരി മാന്റില് സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്, ഖരാവസ്ഥയിലാണ്. ഇനി അധോ മാന്റിൽ, ലോവർ മാന്റിൽ എന്നൊക്കെ പറയുന്ന സമയത്ത് ഉപരി മാന്റിലിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഈ പാളിയിൽ പദാർത്ഥങ്ങൾ അർദ്ധദ്രാവ അവസ്ഥയിലാണ്. അർദ്ധദ്രവാവസ്ഥയാണ്. അപ്പോൾ ഉപരി മാന്റിൽ ഖരാവസ്ഥയും അധോ മാന്റിൽ അർദ്ധദ്രവാവസ്ഥയിലുമാണുള്ളത്. then ഏറ്റവും ഉള്ളിൽ വരുന്നത് കാമ്പാണ്. കാമ്പ് ഭൂമിയുടെ കേന്ദ്രഭാഗമാണ്. 2900 കിലോമീറ്ററിൽ തുടങ്ങി 6371 കിലോമീറ്റർ വരെ. 6371 കിലോമീറ്റർ വരെ. ഇവിടെ 2 ഭാഗങ്ങളുണ്ട്, പുറക്കാമ്പും അകക്കാമ്പും. അപ്പൊ പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പ് ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം, അവിടെ മർദ്ദം കൂടുതലാണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. പ്രധാനമായിട്ടും നിക്കൽ, ഇരുമ്പ് എന്നീ ധാതുക്കളാൽ നിർമ്മിതമായതിനാൽ കാമ്പ് നിഫെ എന്ന് പറയുന്നു. അപ്പൊ നിഫെ എന്ന് പറയുന്നത് അകക്കാമ്പാണ്. അവിടെ നിക്കൽ, ഇരുമ്പ്. ഇരുമ്പിന്റെ ഫെറം എന്നാണ് അല്ലെ. ഇരുമ്പിന്റെ നമ്മൾ അതിന്റെ ശാസ്ത്രീയ നാമം അല്ലെങ്കിൽ കെമിക്കൽ നെയിം ഫെറം എന്നാണ്. സോ നിഫെ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്ന പേര്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ദെൻ നമുക്ക് കൂടുതൽ വിശദീകരണം അടുത്ത ഏരിയയിലേക്ക് വരാം. ഇപ്പം ഭൂമിയുടെ ഉള്ളറകളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് അല്ലെ. ഇറങ്ങുകയാണ്. ഫോസിലുകൾ. പ്രാചീന കാലത്ത് ഭൂമുഖത്തുണ്ടായിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ അവസാദ ശിലപാളികൾക്കിടയിൽ കാണപ്പെടുന്നു. അപ്പോൾ ഫോസിലുകൾ കാണുന്നത് അവസാദ ശിലാപാളികൾക്കിടയിലാണ്. ഇവയെ ഫോസിലുകൾ എന്ന് വിളിക്കുന്നു. ഭൂമിയുടെ പൂർവ്വകാലത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ശിലകളുടെ പഴക്കം നിർണ്ണയിക്കുന്നതിനും ഫോസിലുകൾ നമ്മൾ പ്രയോജനപ്പെടുത്താറുണ്ട്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയ പ്രാചീന കാല ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും രൂപപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് വിളിക്കുന്നു. നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഫോസിലുകളെ കുറിച്ച് നമ്മൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനൊക്കെ അവിടെ പറയുന്നുണ്ട്. ദെൻ ശിലാമണ്ഡലവും അസ്തനോസ്ഫിയറും ഭൂവൽക്കത്തെയും മാന്റിലിന്റെ ഉപരിഭാഗത്തെയും ചേർത്ത് ശിലാമണ്ഡലം എന്ന് പറയുന്നു. അപ്പൊ ശിലാമണ്ഡലം എന്ന് പറയുന്നത് ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം കേട്ടോ. ശിലാമണ്ഡലം അപ്പൊ ഏറ്റവും പുറം പാളിയും അതിന്റെ അകത്ത് വരുന്ന അപ്പർ മാന്റിൽ ഉപരിഭാഗവും ചേർന്നാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം ആസ്തനോസ്ഫിയർ എന്നറിയപ്പെടുന്നു. അപ്പോൾ ശിലാമണ്ഡലത്തിന് താഴെ, ഈ ലിത്തോസ്ഫിയറിന് താഴെ ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്നുണ്ട്.
അതിനെ നമ്മൾ അസ്തനോസ്ഫിയർ പഠിച്ചു വെക്കുക. ഭൂവൽക്കവും ഉപരിമാൻഡിലും ചേർന്നതാണ് ശിലാമണ്ഡലം. ശിലാമണ്ഡലത്തിന്റെ താഴെ ശിലാപദാർത്ഥങ്ങൾ ഉരുകി ദ്രവാവസ്ഥയിൽ കാണുന്നുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേര് അസ്തനോസ്ഫിയർ എന്നാണ്. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിന്റെ സ്രോതസ്സാണ് അസ്തനോസ്ഫിയർ. അപ്പൊ അഗ്നിപർവ്വതത്തിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിന്റെ സ്രോതസ് അസ്തനോസ്ഫിയർ ആണ്. അപ്പൊ ലാവയൊക്കെ വരുന്നത് എവിടെ നിന്നാണ്? അസ്തനോസ്ഫിയറിൽ നിന്നാണ്. പഠിച്ചു വെക്കുക. ലാവ വരുന്നത് അസ്തനോസ്ഫിയറിൽ നിന്നാണ്. പഠിക്കുക കേട്ടോ. PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഇനി ശില എന്ന് പറഞ്ഞാൽ പാറകൾ അല്ലെ, റോക്സ് ആണ്. അപ്പൊ ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതിനാലാണ് നമുക്ക് ശിലാമണ്ഡലത്തിന് ആ പേര് കിട്ടുന്നത്. അപ്പൊ ശിലാമണ്ഡലം എവിടെയാണ്? നമ്മുടെ ഭൂവൽക്കവും ഉപരിമാൻഡിലും ചേർന്നാണ് ശിലാമണ്ഡലം. വ്യത്യസ്ത നിറത്തിലും കാഠിന്യത്തിലുമുള്ള ശിലകൾ കാണാൻ കഴിയുന്നുണ്ട്. ശിലകളിലെ ഈ വൈവിധ്യത്തിന് കാരണം അവയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ്. ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഈ ഘടകങ്ങളെ നമ്മൾ ധാതുക്കൾ അഥവാ മിനറൽസ് എന്ന് പറയുന്നു. സിലിക്ക, അഭ്രം, ഹെമറൈറ്റ്, ബോക്സൈറ്റ് എന്നിങ്ങനെ 2000-ലധികം ധാതുക്കൾ ഭൂമിയിലുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. സ്ഥിരം ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. പഠിച്ചു വെക്കുക. ശിലകൾ 3 രീതിയിൽ: 1 ആഗ്നേയ ശില, 2 അവസാദ ശിലകൾ, 3 കായാന്തരിത ശില. ആഗ്നേയ ശില, അവസാദ ശില, കായാന്തരിത ശില. ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത് ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറങ്ങി രൂപപ്പെടുന്ന ശിലകളെയാണ് ആഗ്നേയ ശില. അപ്പോൾ ഭൂവൽക്കത്തിൽ നിന്നുണ്ടാവും ചില വിടവുകളുണ്ടാവും. ഈ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറങ്ങി രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശില. അപ്പോൾ ആഗ്നേയ ശിലകൾ ഒന്നെങ്കിൽ ഭൂവൽക്കത്തിൽ കാണും അല്ലെങ്കിൽ ഭൂവൽക്കത്തിൻ്റെ ഉള്ളിൽ കാണും. ഈ വിടവുകളിലൂടെ പുറത്തേക്ക് വരുന്ന ശിലാദ്രവമാണ് തണുത്തുറങ്ങി ഉണ്ടാകുന്നത് ആഗ്നേയ ശിലകൾ ഉണ്ടാകുന്നത്. അപ്പോൾ തണുത്തുറങ്ങിയാണ് ആഗ്നേയ ശിലകൾ രൂപപ്പെടുന്നത്. ഭൂവൽക്കത്തിൻ്റെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഒന്നെങ്കിൽ ഭൗമ ഉപരിതലത്തിൽ വെച്ച് അല്ലെങ്കിൽ ഭൂവൽക്കത്തിൽ വെച്ച്. അപ്പോൾ ഒന്നെങ്കിൽ ഭൗമ ഉപരിതലത്തിൽ വെച്ച് അല്ലെങ്കിൽ ഭൂവൽക്കത്തിൽ വെച്ച് ശിലയായിട്ട് മാറുന്നു. ഇതിന് ഉദാഹരണം ഗ്രാനൈറ്റ്, ബസാൾട്ട്. അപ്പോൾ ഗ്രാനൈറ്റ്, ബസാൾട്ട് ശിലകൾ ആഗ്നേയ ശിലകളാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ആഗ്നേയ ശിലകൾ പ്രാഥമിക ശില എന്നറിയപ്പെടുന്നു. അപ്പോൾ ആഗ്നേയ ശിലകൾക്ക് പ്രാഥമിക ശില എന്ന് പേര് പറയുന്നുണ്ട്. ശേഷം പറയുന്ന ശിലകളെല്ലാം രൂപം കൊള്ളുന്നത് ഈ ഒരു ആഗ്നേയ ശിലകളിൽ നിന്നാണ്. ദെൻ രണ്ടാമത്തത് അവസാദ ശിലയാണ്. അവസാദ ശില കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ചു പൊടിയുന്നു. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ ശിലകൾ കുറേ വർഷം കഴിയുമ്പോൾ അത് പൊടിയുന്നു. ഈ പൊടിഞ്ഞു വന്ന ആ ഒരു അവസാദങ്ങൾ, ആ ഒരു വേസ്റ്റുകൾ വന്നിട്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നു, പാളികളായിട്ട് നിക്ഷേപിക്കപ്പെടുന്നു. പിന്നീട് ഇത് ഉറച്ച് ശിലകളായിട്ട് മാറുന്നു. ഇതിനെയാണ് അവസാദ ശിലകൾ. മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ലൊക്കെ അവസാദ ശിലകളാണ്. മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്. ഇനി പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് അവസാദ ശിലകൾ അടുക്ക് ശിലകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ അവസാദ ശിലകൾ പാളികളായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് അടുക്കു ശിലകൾ എന്നും അറിയപ്പെടുന്നു. സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്നറിയപ്പെടുന്നു. ഇനി കായാന്തരിക ശില. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമാണ്. അങ്ങനെയാണ് കായാന്തരിത ശില. കായാന്തരം എന്ന് പറയുമ്പോൾ രൂപമാറ്റം സംഭവിക്കുക. അപ്പം മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾക്ക് ഭൗതികവും രാസപരവുമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ. മാർബിൾ, സ്ലേറ്റ് ഇതൊക്കെ കായാന്തരിത ശിലകളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ കായാന്തരിത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് കായാന്തരിത ശിലകളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കായാന്തരിത ശിലകളാണ്. ഇതിൻ്റെ ഉദാഹരണം മാർബിൾ, സ്ലേറ്റ് പഠിക്കുക. ഗ്രാനൈറ്റ് എന്ത് ശിലയാണ്? ആഗ്നേയ ശിലയാണ്. മാർബിൾ കായാന്തരിത ശിലയാണ്. ഓക്കെ അല്ലേ? പഠിച്ചു വെക്കുക. സ്ഥിരം ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം എന്നുള്ളവർ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. അല്ലെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ സമഗ്രയിൽ നിന്നോ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പേജ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ പഠിച്ചു വെക്കുക കേട്ടോ. ശിലകൾ അവ രൂപപ്പെട്ട് അതേ അവസ്ഥയിൽ തന്നെ എക്കാലവും തുടരണമെന്നില്ല.
അവ കാലാന്തരത്തിൽ പലവിധ മാറ്റങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുന്നു. അത് നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ശിലകൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നതിന് ശിലാചക്രമാണ് അല്ലേ. ശിലാചക്രം നോക്കൂ, അവസാദ ശില, കായാന്തരിത ശില, ആഗ്നേയശില. ആഗ്നേയശിലയാണ് ഏറ്റവും ബേസ് അല്ലേ. ആഗ്നേയശില ഉരുകുന്നു, ഉരുകിയിട്ട് ഇവിടെ വന്ന് തണുത്തുറയുന്നു അല്ലേ. തണുത്തുറങ്ങി അത് ആഗ്നേയശില. ദെൻ ഇത് പൊടിയുന്നു, അടുക്കുകളാകുന്നു, അവസാദശിലയായിട്ട് മാറുന്നു. ദെൻ ഉയർന്ന മർദ്ദത്തിലേക്ക് കായാന്തരിത ശില ആകുന്നു. ദെൻ അവസാദശില ഉരുകുന്നു, ഉരുകി ഇങ്ങനെ പോയി തണുത്തുറങ്ങി ആഗ്നേയശിലയായിട്ട് മാറുന്നു. അപ്പോൾ ഇതിങ്ങനെ റൗണ്ടായിട്ട് ഇത് ഒരു സർക്കിൾ പോലെ വരും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശിലകൾ എപ്പോഴും ഒരേപോലെയല്ല, ശിലകൾ വ്യത്യാസം വന്ന് അത് പലതരത്തിലായിട്ട് മാറുന്നു. അതിനെ നമുക്ക് ശിലാചക്രം എന്ന് പറയാം. ശില ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ശിലാചക്രം വഴി പല ഭാഗങ്ങളായിട്ട് മാറുന്നു. ആഗ്നേയശിലകൾ എന്താകുന്നു, അവസാദ ശില ആകുന്നു, പിന്നെ അത് കായാന്തരിത ശിലയായിട്ട് മാറുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. സോ നമുക്ക് ഈ ഒരു പ്രക്രിയ പഠിക്കാം. ആഗ്നേയശില അവസാദശിലയായിട്ടും അവസാദശില ആഗ്നേയശിലയായിട്ടും മാറാറുണ്ട്. സോ ആ ഒരു പ്രക്രിയയിലേക്ക് നമുക്ക് കടക്കാം. നന്നായിട്ട് ശ്രദ്ധിക്കുക, നമുക്ക് സ്ഥിരം ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ. ഓക്കെ അല്ലേ, പഠിക്കല്ലേ. സോ ആഗ്നേയശിലകൾ പൊടിഞ്ഞ് അവസാദശിലകളായിട്ട് മാറുന്നു. ആഗ്നേയശിലകൾ പൊടിഞ്ഞ് അവസാദശിലകളായി മാറുന്നു കേട്ടോ. പൊടിഞ്ഞ് അവസാദശിലകളായിട്ട് മാറുന്നു. അപ്പോൾ ആഗ്നേയശിലകൾ പൊടിഞ്ഞാൽ എന്താകുന്നു, അവസാദശിലകളാകുന്നു കേട്ടോ. പൊടിഞ്ഞ് അവസാദശിലകളാകുന്നു. ഇനി അവസാദശിലകൾ ഉരുകിയാൽ അത് ആഗ്നേയ ശിലകളായിട്ട് മാറുന്നു. അവസാദശിലകൾ ഉരുകി ആഗ്നേയശില ആയി മാറുന്നു. അപ്പോൾ ആഗ്നേയശിലകൾ പൊടിഞ്ഞ് അവസാദം അല്ലെ, അതിൻ്റെ വേസ്റ്റുകൾ അടിഞ്ഞുകൂടി അവസാദമാകുന്നു. ഇനി അവസാദശിലകൾ ഉരുകിക്കഴിഞ്ഞാൽ അത് ഉരുകി ആ വിടവിലൂടെ പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആഗ്നേയശിലകളാകുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ബേസ് മനസ്സിലാക്കുക. ആഗ്നേയശിലകൾ ഉണ്ടാകുന്നത് ആ ഒരു ഭൂവൽക്കത്തിൻ്റെ വിടവുകളിലൂടെ ഉരുകി പുറത്തേക്ക് വന്നിട്ട് ഒന്നെങ്കിൽ ഭൗമോപരിതലത്തിൽ വെച്ച് അല്ലെങ്കിൽ ഭൂവൽക്കത്തിൻ്റെ ഉള്ളിൽ വെച്ച് അത് ആഗ്നേയശിലയായിട്ട് മാറുമെന്ന് നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ ഉരുകുമ്പോൾ അത് ആഗ്നേയശില, അവസാദശില ഉരുകുമ്പോൾ ആഗ്നേയശില, ആഗ്നേയശില പൊടിയുമ്പോൾ അവസാദശില. ഇനി കായാന്തരിത ശിലയിലേക്ക് വരുന്ന സമയത്ത് കായാന്തരിത ശില എന്ത് ചെയ്യുന്നു? കായാന്തരിത ശില ഉരുകുന്നുവെങ്കിൽ അല്ലെ, ഉരുകി തണുത്തുറങ്ങി ആഗ്നേയ ശിലയായിട്ട് മാറുന്നു. ഉരുകി തണുത്തുറങ്ങി. നിങ്ങൾ എഴുതുക കേട്ടോ, എനിക്കത് പൂർണ്ണമായിട്ട് എഴുതാൻ കഴിയില്ല. ഞാൻ മൗസ് ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്കത് പൂർണ്ണമായിട്ട് എഴുതാൻ കഴിയില്ല. അപ്പോൾ ഉരുകി തണുത്തുറങ്ങി, അതിവിടെയാണ് എഴുതേണ്ടത് കേട്ടോ. ഉരുകി തണുത്തുറങ്ങി ആഗ്നേയശിലകളാകുന്നു. ഞാനിതിൻ്റെ ഒരു സൊല്യൂഷൻസ് ഒക്കെ ടെലഗ്രാമിൽ തരണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഞാനത് സമയം പോലെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഡിമാൻഡും അതേപോലെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ കമൻറ്റിലൂടെ റെസ്പോണ്ട് ചെയ്യലും കുറവാണ്. അപ്പോൾ നമ്മുടെ കമൻറ്റിലൂടെ നിങ്ങളുടെ റെസ്പോണ്ടും നിങ്ങളുടെ ഡിമാൻഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതനുസരിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് കേട്ടോ. നിങ്ങളങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ വീഡിയോസ് പൂർണ്ണമായിട്ടും കാണുന്നില്ല, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ എന്ത് ചെയ്യാത്തത്, കൂടുതൽ റെസ്പോണ്ട് ചെയ്യാത്തത്. പിന്നെ കമൻറ്റിലൂടെ ക്ലാസ്സുകൾ ആവശ്യപ്പെടുമ്പോൾ ഞാൻ അതനുസരിച്ച് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അത് ആ കമൻറ്റ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് സയൻസ് ക്ലാസ് പെട്ടെന്ന് തീർക്കണമെന്ന് പറയുമ്പോൾ ഞാൻ സയൻസ് ക്ലാസ് കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ദെൻ അപ്പോൾ കായാന്തരിത ശില തണുത്തുറങ്ങി ആഗ്നേയ ശിലയായിട്ട് മാറുന്നു. ഇനി ആഗ്നേയ ശില എങ്ങനെയാണ് കായാന്തരിത ശിലയായിട്ട് മാറുന്നത്? അത് പൊടിഞ്ഞ് കായാന്തരിത ശില പൊടിഞ്ഞ് വരുന്ന സമയത്ത് കായാന്തരിത ശില പൊടിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അവസാദ ശിലയാകുന്നു. എപ്പോഴും അവസാദ ശിലയാകണമെങ്കിൽ പൊടിയണം അല്ലേ, പൊടിയണം. പൊടിഞ്ഞ് അവസാദ ശിലയായി മാറുന്നു. ഇനി ആഗ്നേയ ശിലകളിലേക്ക് വരുന്ന സമയത്ത് ആഗ്നേയ ശിലകൾ ഉരുകി പൊങ്ങി വരുമ്പോൾ ഉരുകി കായാന്തരിത ശിലകളായിട്ട് മാറുന്നു. ഇനി കായാന്തരിത ശില ഉരുകി തണുത്തുറങ്ങി ആഗ്നേയ ശിലകളായിട്ട് മാറുന്നു. മനസ്സിലായോ? അപ്പോൾ കായാന്തരിത ശിലകൾ ഉരുകി തണുത്തുറങ്ങിയാൽ അത് ആഗ്നേയ ശിലകളായിട്ട് മാറുന്നു. ഇനി ആഗ്നേയ ശിലകൾ ഉരുകി ഉയർന്ന മർദ്ദത്തിൽ അത് രൂപം മാറുമ്പോൾ എന്താകുന്നു? അത് കായാന്തരിത ശിലകളായി മാറുന്നു. അപ്പോൾ കായാന്തരിത ശിലകൾ ഉരുകി തണുത്തുറങ്ങിയാൽ ആഗ്നേയ ശിലകളാകുന്നു. ഇനി ആഗ്നേയ ശിലകൾ ഉരുകി അത് ഉയർന്നു പൊങ്ങി കായാന്തരിത ശിലയും ആയി മാറുന്നു.
ഇനി അവസാദ ശിലകൾ ഉരുകി കായാന്തരിത ശിലകളായിട്ട് രൂപപ്പെടുന്നു. കായാന്തരിക ശില പൊടിഞ്ഞ് അവസാദ ശിലകളും ആയി മാറുന്നു. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ദെൻ നമുക്ക് അടുത്തതിലേക്ക് വരാം. അപക്ഷയം. വിവിധ തരം ശിലകളെ പറ്റി നമ്മൾ മനസ്സിലാക്കി. അവ കാലാന്തരത്തിൽ പലവിധ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടേയിരിക്കും. ഇത്തരത്തിൽ ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയകളെ അപക്ഷയം എന്ന് പറയാം. അപ്പോൾ ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്നതിനെ നമ്മൾ അപക്ഷയം എന്ന് വിളിക്കുന്നു. അപക്ഷയം മൂലം ശിലകൾക്ക് രാസപരമായും ഭൗതികപരമായിട്ട് മാറ്റങ്ങളുണ്ടാകും. അത് നമുക്ക് ഈ ഒരു ഫ്ലോ ചാർട്ടിലൂടെ നമുക്ക് പഠിക്കാം. കണ്ടോ? ഒന്നുകിൽ ഭൗതിക അപക്ഷയം, രാസിക അപക്ഷയം, ജൈവിക അപക്ഷയം. ഭൗതിക അപക്ഷയം എന്ന് പറയുന്നത് താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും അപക്ഷയത്തിന് കാരണമാകുന്നു. കൂടാതെ വിള്ളലുകൾക്കുള്ളിൽ ജലം തണുത്തുറയുന്നത് കൊണ്ടും ശിലകൾ പൊടിയാറുണ്ട്. അപ്പോൾ ഭൗതികമായിട്ടുള്ള മാറ്റമാണ് അല്ലേ? ഭൗതികമായിട്ടുള്ള മാറ്റമാണ്. അപ്പോൾ ചൂട് കൂടുന്ന അല്ലെങ്കിൽ ചൂട് കുറയുന്ന സമയത്ത് ശിലാധാതുക്കളിൽ ഉണ്ടാകുന്ന വികാസം, ഒന്നുകിൽ അത് വികസിക്കും അല്ലെങ്കിൽ അത് ചുരുങ്ങും. വികസിക്കുക, ചുരുങ്ങുക. അപ്പോൾ ഭൗതികമായിട്ടുള്ള മാറ്റങ്ങളാണ് അല്ലേ? അപ്പോൾ ഇത് അപക്ഷയത്തിന് കാരണമാകുന്നു. അതേപോലെ ഇതിൻ്റെ ഉള്ളിലൂടെ ജലം തണുത്തുറയുന്നത് കാരണവും ഈ ഒരു പാറ പൊടിയാറുണ്ട്. അപ്പോൾ അതിൻ്റെ രൂപം മാറാറുണ്ട്. ഇത് ഭൗതിക അപക്ഷയമാണ്. ഇനി രാസിക അപക്ഷയം വരുമ്പോൾ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളിലുമായി രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ശിലകളിൽ രാസപരമായ വിഘടനത്തിന്, അപ്പോൾ ഇവിടെ രാസപരമായിട്ടുള്ള വിഘടനമാണ് എങ്കിൽ അത് രാസിക അപക്ഷയമാണ്. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ജലമൊക്കെയാണ് ഇതിന് കാരണം. ഭൗതിക അപക്ഷയമാകുമ്പോൾ അതിൻ്റെ താപമേറ്റ് അതിൻ്റെ രൂപത്തിൽ ഒന്നുകിൽ അത് ചുരുങ്ങുക അല്ലെങ്കിൽ വികസിക്കുക. ഇനി ജൈവിക അപക്ഷയം എന്ന് പറയുന്നത് സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുകയും ചെറുജീവികൾ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനവുമൊക്കെ അപക്ഷയത്തിന് കാരണമാകാറുണ്ട്. കൂടാതെ ഖനനം, പാറ പൊട്ടിക്കൽ തുടങ്ങിയ മനുഷ്യ പ്രവർത്തനങ്ങളും അപക്ഷയത്തിന് നയിക്കുന്നു. അപ്പോൾ ഒന്നുകിൽ ജന്തുജാലങ്ങൾ അല്ലെങ്കിൽ ചെറു ജീവികൾ, സസ്യങ്ങൾ, മനുഷ്യൻ ഇവയുടെ പ്രവർത്തനം മൂലമുണ്ടാകുന്നതാണ് ജൈവിക അപക്ഷയം. ഓക്കെ അല്ലേ? ഇനി അപക്ഷയവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം അറിയണമെങ്കിൽ നിങ്ങൾ ഈ ചിത്രം നോക്കിയാൽ മതി. മനുഷ്യൻ ചെയ്യുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാരണമായിട്ട് വരുന്ന മാറ്റം കണ്ടില്ലേ? മനുഷ്യൻ പാറ പൊട്ടിക്കുന്നു, ഖനനം നടത്തുന്നു, കുന്നിടിച്ച് നിരപ്പാക്കുന്നു, ക്വാറിയിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതൊക്കെ അപക്ഷയത്തിന് കാരണമാകുന്നു. അപ്പോൾ അപക്ഷയ പ്രവർത്തനങ്ങൾ മനുഷ്യനെ പലതരത്തിൽ സഹായിക്കുന്നുണ്ട് അല്ലേ? അപക്ഷയ പ്രവർത്തനങ്ങൾ മനുഷ്യനെ പലതരത്തിൽ സഹായിക്കുന്നുണ്ട്. പാറകളിൽ വ്യത്യാസം വരുന്നത് കൊണ്ടാണ് മനുഷ്യന് ധാതുക്കൾ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്, ഖനന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. മണ്ണിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്നതും അപക്ഷയമാണ്. അപ്പോൾ മനുഷ്യനെ എങ്ങനെ സഹായിക്കുന്നു എന്ന് ചോദിച്ചാൽ ധാതുക്കൾ വേർതിരിക്കാൻ കഴിയുന്നു, ഖനന പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നു, മണ്ണിനെ ജനിപ്പിക്കുന്നതും ഈ അപക്ഷയത്തിലൂടെയാണ്. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന പ്രയോജനങ്ങളാണ്. സോ മണ്ണിനെ ജനിപ്പിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? സോ മണ്ണ് എങ്ങനെയാണ് ജനിക്കുന്നത് എന്നതിലേക്ക് വരാം. മണ്ണിനെ കുറിച്ചുള്ള പഠന പെഡോളജിയാണ് കേട്ടോ. പെഡോളജിയാണ്. ഈ ശാസ്ത്രശാഖയുമായിട്ട് ബന്ധപ്പെട്ട ആളെ നമ്മൾ പെഡോളജിസ്റ്റ് എന്ന് പറയുന്നു. നിങ്ങൾക്ക് പരിചിതമായ പ്രകൃതി വിഭവമാണ് മണ്ണ്. അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞും ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്നതും അതിദീർഘകാലത്തെ പ്രക്രിയകൾ വഴിയാണ് ഇന്ന് കാണുന്ന മണ്ണ് രൂപപ്പെടുന്നത്. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷം വേണ്ടി വരും. മുമ്പ് നമ്മളത് പറഞ്ഞതാണ്. 1000-ലധികം വർഷം എടുത്താണ് 1 ഇഞ്ച് മണ്ണ് രൂപപ്പെടുന്നത്. മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. മണ്ണ് രൂപീകരിക്കാൻ കാലാവസ്ഥ, ഭൂപ്രകൃതി, മാതൃശില, സമയം, സസ്യങ്ങളും ജന്തുക്കളും ഇതെല്ലാം സ്വാധീനിക്കും അല്ലേ? കാലാവസ്ഥ, ഭൂപ്രകൃതി, മാതൃശില. അപ്പോൾ ഏത് മാതൃശിലയാണോ അതനുസരിച്ച് എത്ര കാലം വേണ്ടി വരും എന്നതിനെ സ്വാധീനിക്കുന്നു അല്ലേ? സോ നമുക്ക് ഈ ഒരു പദ സൂര്യനിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാലാവസ്ഥ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ തണുപ്പേറിയ സാഹചര്യത്തിൽ മണ്ണിൻ്റെ രൂപീകരണം സാവധാനത്തിലാണ്. അപ്പോൾ ചൂടുള്ളപ്പോൾ വേഗത്തിലായിരിക്കും. അങ്ങനെ കാലാവസ്ഥ സ്വാധീനിക്കുന്നു. തണുപ്പുണ്ട് എങ്കിൽ സാവധാനത്തിലും, ചൂടുണ്ട് എങ്കിൽ അത് വേഗത്തിലും സംഭവിക്കുന്നു. ഇനി ഭൂപ്രകൃതി. ചെങ്കുത്തായ ചെരുവുകളിൽ മണ്ണിന് കനം കുറവായിരിക്കും. അപ്പോൾ ചെങ്കുത്തായ പ്രദേശങ്ങളിൽ മണ്ണിന് കനം കൂടുതലായിരിക്കും. അല്ലാത്ത പ്രദേശങ്ങളിൽ, ചെങ്കുത്തല്ലാത്ത പ്രദേശങ്ങളിൽ മണ്ണിന് കനം കൂടുതൽ അല്ലേ? ചെങ്കുത്താണെങ്കിൽ കനം കുറവാണ് കേട്ടോ. ചരിവ് പ്രദേശങ്ങളിൽ കനം കുറവായിരിക്കും. ഇനി സസ്യങ്ങളും ജന്തുക്കളും അഴുകുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അമ്ലം ശിലകളുടെ അപക്ഷയത്തിന് കാരണമാകുന്നു. അപ്പോൾ സസ്യങ്ങളും ജന്തുക്കളും എങ്ങനെ സഹായിക്കുന്നു എന്ന് ചോദിക്കുകയാണ് എങ്കിൽ സസ്യങ്ങളും ജന്തുക്കളും അഴുകുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അമ്ലം അല്ലെ, ആസിഡ്, അത് ശിലകളുടെ അപക്ഷയത്തിന് കാരണമാകുന്നു.
ഇനി മാതൃശില, മണ്ണിലെ ധാതുക്കളും മണ്ണിൻ്റെ ഘടനയും അവ ഏത് ശിലകളിൽ നിന്ന് രൂപം കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഓരോ ശിലകളാണ് പൊടിഞ്ഞ് മണ്ണാകുന്നത്. അപ്പോൾ ഏത് മാതൃശിലയിൽ വരുന്നോ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഇനി സമയം, മണ്ണിൻ്റെ കനവും ഘടനയും അത് രൂപം കൊള്ളാൻ എടുക്കുന്ന സമയത്തെ ആശ്രയിച്ചിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായ ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയവയിലുള്ള അന്തരങ്ങൾ മൂലം വ്യത്യസ്തങ്ങളായ മണ്ണിനങ്ങൾ രൂപപ്പെടുന്നു. ഇന്ത്യയിലെയും കേരളത്തിലെയും വ്യത്യസ്ത മണ്ണിനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പഠിച്ചത് ഓർമ്മയുണ്ടോ? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മണ്ണ് എക്കൽ മണ്ണ്, പരുത്തി മണ്ണ്, ചെങ്കൽ മണ്ണ്, മരുഭൂമി മണ്ണ്, പർവ്വത മണ്ണ്. ഇതൊക്കെയാണ് അല്ലേ? എക്കൽ, പരുത്തി, ചെങ്കൽ, മരുഭൂമി, പർവ്വത മണ്ണുകൾ. ഇനി കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കറുത്ത പരുത്തി മണ്ണുണ്ട് അല്ലേ, ചെമ്മണ്ണുണ്ട്, തീരദേശ മണ്ണുണ്ട്, കരിമണ്ണുണ്ട് കേട്ടോ. കറുത്ത പരുത്തി മണ്ണ്, ചെമ്മണ്ണ്, തീരദേശ മണ്ണ്, കരിമണ്ണ്. ഓക്കെ അല്ലേ? ഇനി മണ്ണ് ജീവൻ്റെ നിലനിൽപ്പിന്. മണ്ണില്ലെങ്കിൽ സസ്യങ്ങളില്ല, അവയെ ആശ്രയിക്കുന്ന ജന്തുക്കളും. അപ്പോൾ മനുഷ്യൻ്റെ കഥ പറയാനുണ്ടോ? മണ്ണില്ലെങ്കിൽ മനുഷ്യനും ഉണ്ടാവില്ല. ഭൂമിയിൽ ജീവനെ സാധ്യമാക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് മണ്ണ്. സസ്യങ്ങൾ മണ്ണിലെ പോഷക ഘടകങ്ങൾ വലിച്ചെടുത്ത് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാം. ഈ സസ്യങ്ങളെ മനുഷ്യനും മറ്റു ജന്തുജാലങ്ങളും ആഹാരമാക്കുന്നു. സസ്യജന്തുജാലങ്ങൾക്ക് നാശം സംഭവിക്കുമ്പോൾ അവ മണ്ണിൽ തന്നെ ലയിക്കുന്നു. ഒരു ഭക്ഷ്യശൃംഖലയുടെ പ്രവർത്തനം അധ്യാപികയുടെ സഹായത്തോടെ നിരീക്ഷിച്ച് മനസ്സിലാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? മണ്ണ് സഹായിക്കുന്നുണ്ട് അല്ലെ? നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, പല കാര്യങ്ങൾക്കൊക്കെ മണ്ണ് സഹായിക്കുന്നുണ്ട്. ഇനി മണ്ണ് മരിക്കുന്നു, മണ്ണിനും നാശം വരുന്നുണ്ട്. വനനശീകരണം, കുന്നിടിക്കൽ, അശാസ്ത്രീയമായ കാർഷിക പ്രവർത്തനങ്ങൾ തുടങ്ങിയ മനുഷ്യ പ്രവർത്തനങ്ങൾ മൂലം മണ്ണിന് ശോഷണം സംഭവിക്കുന്നു. മരങ്ങളുടെ വേരുകൾ മണ്ണിനെ ഒരു വല കൊണ്ടെന്ന പോലെ തടഞ്ഞു നിർത്തുന്നു എന്ന് നിങ്ങൾക്കറിയാലോ. ഈ മരങ്ങൾ വെട്ടി നശിപ്പിച്ച് പരിസ്ഥിതി സവിശേഷതകൾ കണക്കിലെടുക്കാതെ ഉഴുതുമറിച്ച് കടും കൃഷി നടത്തി മനുഷ്യൻ മണ്ണിനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നു. നിങ്ങളുടെ ചുറ്റുപാടിൽ നടത്തുന്ന പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യാം? പരിശോധിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയിൽ നടത്തുന്ന മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ മണ്ണിനെ ഇല്ലാതാക്കുകയാണ്. പ്രകൃതിയിൽ ജൈവപരമായ ജീർണന പ്രക്രിയയ്ക്ക് വിധേയമാകാത്ത പ്ലാസ്റ്റിക് പോലുള്ള മണ്ണിൻ്റെ ഉപയോഗം മണ്ണിനെ മലിനമാക്കുന്നു. അതേപോലെ മണ്ണിൻ്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന അമിത രാസപ്രയോഗങ്ങൾ, അശാസ്ത്രീയമായ നിർമ്മാണം, ഖനന പ്രവർത്തനങ്ങൾ, കൃഷിഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്, വൻതോതിൽ മണ്ണിലേക്ക് മലിനജലം തള്ളുന്നത്, അമിതമായി കന്നുകാലി മേച്ചിൽ, ഇതൊക്കെ അമിതമാകുന്ന സമയത്ത് കൃഷി ഭയങ്കരമായിട്ടുള്ള ഉയർന്ന തോതിലുള്ള കൃഷിയും പ്രശ്നമാണ്. അതാണ് കടും കൃഷി. സോ ഇതെല്ലാം നമ്മുടെ മണ്ണിനെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ്. ഇനി ലോക മണ്ണ് ദിനം അറിയാലോ, December 5 ലോക മണ്ണ് ദിനം കേട്ടോ. December 5 അന്താരാഷ്ട്ര മണ്ണ് വർഷമായിട്ട് നാം ആദരിച്ചത് 2015 കേട്ടോ. 2015. അപ്പോൾ മേൽമണ്ണ് നഷ്ടമായാൽ പിന്നെ ഉള്ളത് ഊഷരഭൂമിയോ പാറ നിരപ്പോ ആയിരിക്കും. മേൽമണ്ണ് പുനർസൃഷ്ടിക്കപ്പെടാൻ ആയിരക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും നമ്മൾ പഠിച്ചു. അപ്പോൾ പ്രകൃതിയിൽ ജീവൻ്റെ നാമ്പുകൾ തുടർന്നും മുള പൊട്ടാൻ മേൽമണ്ണ് തന്നെ വേണം അല്ലേ? മുകളിൽ മണ്ണ് തന്നെ വേണം. അതിന് സംരക്ഷണമല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അപ്പോൾ വന നശീകരണം തടഞ്ഞും വിളപരിവർത്തിയും മലഞ്ചെരുവിലെ തട്ടുകൃഷിയും തടയണ നിർമ്മാണത്തിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മണ്ണിനെ സംരക്ഷിക്കാം. മണ്ണില്ലാതായാൽ ഭൂമി നിർജീവമാകും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു സ്ഥിതി വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കുട്ടികളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മണ്ണിനൊരു ദിനം, ഞാൻ നേരത്തെ പറഞ്ഞു, മണ്ണിനൊരു ദിനം ഉണ്ട്, മണ്ണിന് വേണ്ടി ഒരു ദിനമുണ്ട്. മണ്ണ് സംരക്ഷണത്തിനായി പ്രാധാന്യം നൽകിക്കൊണ്ട് ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും December 15 മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇനി 2015 എന്ന വർഷമാണ് ലോക മണ്ണ് വർഷമായിട്ട് ആചരിച്ചത്. അപ്പോൾ ഈ 15 തന്നെ ഇവിടെയും കാണുന്നില്ല, ഈ 15 തന്നെ നമുക്ക് ഇവിടെയും കാണാം. December 15 ലോക മണ്ണ് ദിനം. 2015 മണ്ണ് വർഷമായിട്ട് മണ്ണ് വർഷമായിട്ട്, അന്താരാഷ്ട്ര മണ്ണ് വർഷമായിട്ട് ആദരിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഇയേഴ്സ് ഓഫ് സോയിൽസ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കൊരുമിച്ച് മണ്ണ് സംരക്ഷിക്കാം ഇന്നേക്കും എന്നേക്കും. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാഠഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ജോഗ്രഫിയിലെ ഓരോ പാഠഭാഗങ്ങളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വരികയാണ്. ദെൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് SCERTയിലെ പല പാഠഭാഗങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കേൾക്കാത്തവർ അതുകൂടി കേൾക്കുക. കൂടുതൽ ക്ലാസ്സുകളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ഭൂമിയുടെ ഉള്ളറയും അതിൻ്റെ ഭൗമപാളികൾ, ആഗ്നേയശില, അവസാദശില, കായാന്തരിതശില
തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഭൂവൽക്കശിലകൾ, ഭൂമിയിലുണ്ടാകുന്ന അപക്ഷയം, മണ്ണിലെ അപക്ഷയം, ജീവൻ്റെ നിലനിൽപ്പിന് മണ്ണ് ആവശ്യമാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ചാപ്റ്റർ നോക്കിയാൽ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. കൂടുതൽ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും. നന്ദി.